സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി തൃശ്ശൂരിലെ ആഭ ധ്യാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഷെക്കൈന മിനിസ്ട്രി നടത്തുന്ന പുതിയ പന്തക്കുസ്ത എന്ന ശുശ്രൂഷ ഗുഡ്നസ് ടിവിയിലൂടെ ശ്രവിക്കുന്ന ഏവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെയും പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെയും അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ വചനമായി ദൈവത്തിന് മാംസം കൊടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത വചനത്തിന് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഈ പുതിയ പന്തക്കുസ്തയിലൂടെ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തുമസിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. ക്രിസ്തുമസിൻ്റെ തിരുക്കർമ്മങ്ങളിൽ നേരത്തെ പാടിയിരുന്ന ഒരു ഗാനശകലം ഇപ്രകാരമാണ്: ദൈവത്തിൻ പുത്രൻ ജനിച്ചു, നരനായി ജഗത്തിൽ ജനിച്ചു, ഇരുളിൽ പ്രകാശം തെളിഞ്ഞു, കരളിൽ പ്രമോദം നിറഞ്ഞു, കരളിൽ പ്രമോദം നിറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മാലാഖമാർ പാടിയ പാട്ടിൻ്റെ ഈരടികൾ നമ്മൾ ഓർത്തു പോവുകയാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. എന്താണത്? അത് ഇരുളിൽ പ്രകാശം തെളിഞ്ഞതിൻ്റെതാണ്, മനസ്സിൽ കരളിൽ പ്രമോദം നിറഞ്ഞതിൻ്റെതാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ഐസിയാസ് പ്രവാചകൻ പ്രവചിച്ച വാക്കുകൾ ഓർക്കുകയാണ്. ഐസിയാസ് പ്രവചനത്തിലെ 9-ാമത്തെ അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. യേശു ജനിച്ചപ്പോൾ ഭൂമിയിൽ എന്തുണ്ടായി? പ്രകാശമുണ്ടായി. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശമാണ് ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. യേശു ജനിച്ചപ്പോൾ വാനിൽ വാൽനക്ഷത്രമുണ്ടായി. അത് പൂജരാജാക്കന്മാരെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചു എന്നുള്ള ആ ചരിത്ര സത്യം നമ്മൾ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ നാം പുൽക്കൂട് മാത്രമല്ല ഉണ്ടാക്കുന്നത്, നക്ഷത്ര വിളക്കുകൾ സർവ്വസാധാരണമായി, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എല്ലാ ഭവനങ്ങളിലും, ക്രൈസ്തവരുടെ മാത്രമല്ല, ക്രിസ്തുമസ് ആണെന്ന് പറയണമെങ്കിൽ നക്ഷത്ര വിളക്കുകൾ എല്ലായിടത്തും തെളിയിക്കണം. ഈ നക്ഷത്ര വിളക്ക് മനുഷ്യന് ഇതാ ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പ്രകാശം നമ്മിൽ ഇതാ പരത്തുകയാണ്. കവി അക്കിത്തം ഇപ്രകാരം പാടുകയുണ്ടായി: വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഇന്ന് ഒരുപാട് പേർക്ക് അന്ധകാരം ഇഷ്ടപ്പെടുന്നു. കള്ളൻ രാത്രിയിൽ കക്കാൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇന്ന് പന്നിയെപ്പോലെ പലരും ഈ ചെളിക്കുഴിയിൽ ഉരുളാനാണ് ഇഷ്ടപ്പെടുന്നത്. പണ്ട് കാലത്ത് ഞാൻ 1977-78 ഒരു പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. ആ അവസരത്തിൽ രാത്രി വീട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തെ ഒരു സംഭവം ഓർക്കുകയാണ്. അവിടെ ഒരു ചാരായ ഷാപ്പുണ്ട്. അതിൽ കുടിക്കുന്നവരെ ആ ചാരായ ഷാപ്പിന് അന്ന് വിളിച്ചിരുന്ന പേര് 8 അടി വീരൻ എന്നാണ്. കുടിച്ചു കഴിഞ്ഞാൽ 8 അടി വയ്ക്കുമ്പോഴേക്കും വീഴും.
അതുപോലെ ഞാൻ അതുപോലെയുള്ള കുറേ മനുഷ്യർ ആ വഴിയിലൂടെ പോയപ്പോൾ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ടോർച്ചെടുത്ത് ഒന്ന് നോക്കിയപ്പോൾ പരിചയമുള്ള ഒരു ഔസേപ്പിയേട്ടൻ. ഞാൻ ഔസേപ്പിയേട്ടാന്ന് വിളിച്ച വഴിക്ക് ഉടനെ പറഞ്ഞു, അച്ഛാ ലൈറ്റ് ഓഫ് ചെയ്യും, കാരണം തിരിച്ചറിയാൻ ഇഷ്ടമില്ല. യേശുവിൻ്റെ ജനനം ഇതാ പ്രകാശമാണ്. ഈ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും യേശു വരുന്നത്, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള യേശു വരുന്നത് ഈ വെളിച്ചവുമായിട്ടാണ്. നമ്മിലുള്ള അന്ധകാരത്തെ കഴുകിക്കളയണം, ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പ്രകാശം ലഭിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഒരുപാട് മനുഷ്യരെ, വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, കരയുന്നവരെ കാണാം. അവർക്കൊക്കെ നിരാശയാണ്. നിരാശയിൽ പ്രത്യാശ നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിരാശ? അവർ പറയുന്നത് ഇതാണ്, ഞാൻ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? 6 അടി മണ്ണോടുകൂടി എല്ലാം തീരുന്നു, എനിക്കിതാ രോഗം വന്നിരിക്കുന്നു. ഇങ്ങനെ നിരാശാബോധം കൊണ്ട് മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്നറിയാതെ വിഷമിക്കുന്നതുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു, ശപിച്ചുകൊണ്ട് മരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ വരവ് പ്രത്യാശ നൽകുകയാണ്. മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു ഇതാണ്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതാ എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. കർത്താവ് നമ്മോടുകൂടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു പുതിയ പ്രകാശം ലഭിക്കുന്നു. മറിയം തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ഗബ്രിയേൽ ദൂതനോട് പറയുകയാണ്, നോ. ഇത് പറയുകയാണെങ്കിൽ കർത്താവ് വരില്ല. കാരണം അവൾക്കറിയാമായിരുന്നു കർത്താവ് വരുന്നത് എപ്പോഴും അതോടുകൂടി ത്യാഗവും കുരിശുമുണ്ട്. ഇങ്ങനെ യേശുവിന് ജന്മം കൊടുത്താൽ ഇസ്രായേൽക്കാരുടെ നിയമം അനുസരിച്ച് ഇതാ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം, തൻ്റെ ഭർത്താവ് സംശയിച്ചേക്കാം. പക്ഷേ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം എന്നിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ത്യാഗം വന്നാലും വേണ്ടില്ല, എന്ത് കുരിശ് വന്നാലും വേണ്ടില്ല, അത് മറിയം സ്വീകരിച്ചു. മറിയം സ്വാതന്ത്ര്യത്തിന് ഒരു പുതിയ നിർവചനം കൊടുത്തു. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? ബന്ധനത്തിൽ നിന്നുള്ള മോചനം. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ബന്ധനത്തിലേക്ക് പോകാതെ പിശാചിന്റെ ബന്ധനത്തിലേക്ക് പോകുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മറിയം കൊടുത്ത ഡെഫിനിഷൻ, കർത്താവിന്റെ ദാസിയാകലാണ് സ്വാതന്ത്ര്യം. ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെ ദാസനാണെങ്കിൽ, ഞാൻ ജഡത്തിന്റെ ദാസനാണെങ്കിൽ, പണത്തിന്റെ ദാസനാണെങ്കിൽ, ലൈംഗിക അരാജകത്വത്തിന്റെ ദാസനാണെങ്കിൽ, ലോകത്തിന്റെ സുഖ സൗകര്യാദികളുടെ ദാസനാണെങ്കിൽ, ഞാൻ പലപ്പോഴും പിശാചിന്റെ തിന്മയുടെ ബന്ധിതനാകും. ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ അടിമയാകലാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് കടന്നു വരണമെങ്കിൽ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ അടിമയാകണം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണം. ബെനഡിക്റ്റ് മാർപ്പാപ്പ സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് നന്മ എന്നതിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. മറിയത്തെ അഭിസംബോധന ചെയ്തത് എന്താണ്? നന്മ നിറഞ്ഞവള്. കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് എമ്മാനുവേൽ ദൈവം ജനിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മളൊക്കെ നന്മ നിറഞ്ഞവരാണ്. നന്മ നിറഞ്ഞവരാരാണ്? ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നു, ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുന്നവരാരോ അവരാണ് നന്മ നിറഞ്ഞവര്. അവരിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അവരാണ് തികച്ചും പ്രകാശത്തിൽ, സന്തോഷത്തിൽ വസിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വക്താക്കളാകണമെങ്കിൽ തിന്മയെ നമ്മൾ അകറ്റാതെ നിവൃത്തിയില്ല. ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 31-32 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായിത്തീരും, അതുവഴി നിങ്ങൾ സത്യം ഗ്രഹിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. നമുക്ക് ജീവനുണ്ടാകാൻ, സത്യമുണ്ടാകാൻ, സ്വാതന്ത്ര്യമുണ്ടാകാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് വചനത്തിൽ വിശ്വസിക്കണം. എലിസബത്ത് മറിയത്തെ അഭിസംബോധന ചെയ്ത് അവളെ അനുഗ്രഹീത അഥവാ ഭാഗ്യവതി എന്ന് ലൂക്കായുടെ സുവിശേഷം 1:45 പറയുന്നത് എന്താണ്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ പ്രകാശം ലഭിക്കണമെങ്കിൽ നമുക്ക് കർത്താവിന്റെ കൃപയുണ്ടാകണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:61 പറയുന്നത്, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്.
ഈ യേശുവിനെ വചനം ശ്രവിച്ച് ജീവിക്കുന്നവർക്കാണ് ശരിയായ സന്തോഷവും സമാധാനവും ജീവിതത്തിലെ പ്രകാശവും ഉണ്ടാകുകയുള്ളൂ. നമ്മളുടെ ഈ സമൂഹം പലപ്പോഴും മതിലുകളുടെ സംസ്കാരമാണ്. ഇന്ന് നമ്മളുടെ പലരുടെയും വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അടഞ്ഞ ഗേറ്റ്, അടഞ്ഞ വാതിൽ, അതെല്ലാം മതിലാണ്. എല്ലാം ഇന്ന് മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. ആരുടെ മുമ്പിലും അയൽക്കാരന്റെ മുമ്പിൽ അടച്ചിരിക്കുന്നു. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പലപ്പോഴും കുടുംബജീവിതത്തിൽ പോലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ദാമ്പത്യ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ മക്കളുമായിട്ട് വലിയ അകൽച്ച, എല്ലാവരും ധ്രുവങ്ങളായിരിക്കുന്നു. ഈ അവസരത്തിൽ മതിലുകളുടെ സംസ്കാരം വളർത്തുകയാണ്. മതിൽ എന്ന് പറഞ്ഞാൽ മതി ഇതിലെ എന്നർത്ഥം. എല്ലാവരുടെ മുമ്പിലും പറയുകയാണ് മതി ഇതിലെ, ഞാൻ മാത്രം മതി. ദൈവത്തോടും പറയുന്നു മതി ഇതിലെ. ഞായറാഴ്ച നീ കുർബാന കാണാൻ പോകൂ, അല്ലെങ്കിൽ ദൈവവചനം വായിക്കൂ, നീ നിന്റെ സഹോദരനുമായിട്ട് ഒന്ന് കാണാൻ പോകൂ, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകൂ. ഇല്ല, ഞാൻ മാത്രം മതി, ഞാനും എൻ്റെ കുടുംബം, എൻ്റേത് മതി ഇതില്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് വാതിലുകളുടെ സംസ്കാരമാണ്. വാതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാ ഇതിലെ. എല്ലാവരോടും വരാൻ പറയണം, യേശുവിനോട് വരാൻ പറയണം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യേശുവിന് നൽകിയിട്ടുള്ള സ്ഥാനം എന്താണ്? യേശു നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ്. നമ്മളൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ച് പുൽക്കൂട് നിർമ്മിക്കാറുണ്ട്. പുൽക്കൂട് നിങ്ങൾ എവിടെയാണ് നിർമ്മിക്കുക? നമുക്ക് പല സ്ഥലങ്ങളിൽ നിർമ്മിക്കാം. ചിലർ പുൽക്കൂട് നിർമ്മിക്കുക നമ്മുടെ പറമ്പിന്റെ ഏതെങ്കിലും മൂലയിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി പുൽക്കൂടുണ്ടാക്കാറുണ്ട്. വേറെ ചിലര് വീടിന്റെ ഒരു മൂലയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്ഥലം നഷ്ടപ്പെടുത്താതെ പുൽക്കൂടുണ്ടാക്കുന്നു. മറ്റു ചിലര് വീടില് കടന്നു വരുന്ന ഒരു പ്രധാന ഭാഗത്ത് പുൽക്കൂടുണ്ടാക്കുന്നു. പുൽക്കൂട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു സന്ദേശമാണ്. യേശുവിന് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ, നമ്മെ രക്ഷിക്കാൻ നാം നൽകുന്ന സ്ഥാനം എവിടെയാണ്? ചിലരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരെ കാണിക്കാൻ പറമ്പിന്റെ മൂലയ്ക്ക്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഘോഷവും ആർഭാടവും മാത്രമാണ്. പെരുന്നാളിന്റെ അവസരം വരുമ്പോൾ, ഒരു കല്യാണം വരുമ്പോൾ, മറ്റാഘോഷങ്ങൾ വരുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ അടയാളങ്ങൾ, ചില സൂചനകൾ കാണിക്കുന്ന ഒരു പറമ്പിന്റെ മൂലയ്ക്കുള്ള ക്രിസ്തുമസ്. വേറെ ചിലർക്ക് ജീവിതത്തിന്റെ ഒരു കോണിൽ മാത്രമാണ്. ഞായറാഴ്ച ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുമസിന്റെ അന്ന് പള്ളിയിൽ പോകും. പക്ഷെ ജീവിതത്തില് സൗകര്യം പോലെ മാത്രം യേശുവിനെ സ്വീകരിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ പ്രധാന നിമിഷങ്ങളിൽ, ദൈനംദിന ജീവിതങ്ങളിൽ യേശുവിന് സ്ഥാനമില്ല. എന്നാൽ പ്രധാന ഭാഗത്ത് പുൽക്കൂട് നിർമ്മിക്കുന്നത് പോലെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രകാശത്തിലെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. സകല നന്മയില്, അതുപോലെ തന്നെ നീതിയില്, അതുപോലെ സത്യത്തില്, ഇവിടെയാണ് പ്രകാശത്തിന്റെ ഫലം കാണുന്നത്. യേശു വന്നത് പ്രകാശമായിട്ടാണെങ്കിൽ പ്രകാശത്തിന്റെ ഫലം, വെളിച്ചം നമുക്ക് കിട്ടണമെങ്കിൽ സത്യവും നമുക്ക് അതുപോലെ തന്നെ നീതിയും നന്മയും ഉണ്ടാകണം. യൗസേ പിതാവിനെ കുറിച്ച് നാം കാണുന്നത് എങ്ങനെയാണ്? യൗസേ പിതാവിനെ വിളിച്ചത് നീതിമാൻ എന്നാണ്. യഹൂദരുടെ നീതി കല്ലെറിഞ്ഞു കൊല്ലലാണ്. ഒരു വർഷം, അതായത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെടുന്ന സ്ത്രീ ആണെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അത് യഹൂദരുടെ നീതി. പക്ഷേ യൗസേപ്പ് ചെയ്തത് എന്താണ്? നീതിക്ക് സ്വന്തം ജീവിതത്തിൽ കരുണ എന്നുള്ള ഒരു നിർവചനം കൊടുത്തു. പക്ഷെ ദൈവം പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പോട് പറഞ്ഞു, അതും പൂർണ്ണമായില്ല. നീതിയാകണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണം. സത്യമാകണമെങ്കിൽ യോഹന്നാൻ 17:17 വായിക്കുന്ന പോലെ അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റുന്നതിലാണ് സത്യം അടങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് നന്മയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മറിയം ചെയ്തതുപോലെ ദൈവത്തിന്റെ ഹിതം എന്തോ അതാണ് നന്മ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ
നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കണം. കർത്താവിൻ്റെ വചനത്തിലും കൂദാശ ജീവിതത്തിലും കൂട്ടായ്മയിലും മാത്രം പോരാ. യേശു ഇന്ന് ജനിക്കുന്നുണ്ട്. യേശു ജനിക്കുന്നത് മനുഷ്യരിലാണ്. ദൈവത്തിന് ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരിലും കൂട്ടായ്മയിലും ദൈവത്തെ കാണാം. ദൈവം ജനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവത്തെ കാണണം. ഒരു ഫ്രഞ്ച് നാടോടി കഥയുണ്ട്. ഒരു വിളംബരം, പട്ടാളക്കാർ വിളംബരം പുറപ്പെടുവിച്ചു, ഇതാ രാജാവ് എഴുന്നള്ളുന്നു. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ വഴിയരികിൽ ഇങ്ങനെ നോക്കി, രണ്ടു വശത്ത് നോക്കി നിൽക്കുകയാണ് രാജാവിന്റെ എഴുന്നള്ളത്ത് കാണാൻ. പട്ടാളക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഭിക്ഷു കടന്നു വന്ന് ആളുകളോട് പലതും യാചിക്കാൻ തുടങ്ങി. ഉടനെ ആളുകൾക്ക് ദേഷ്യം വന്നു. രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്താണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. അയാളെ ഈ നാട്ടുകാരെല്ലാവരും കൂടി അടിച്ചോടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പട്ടാളക്കാരോട് നാട്ടുകാർ ചോദിച്ചു, എവിടെ രാജാവ് വരുന്നു, എവിടെ രാജാവ് വരുന്നു? ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് രാജാവിനെ കാണാനില്ലല്ലോ. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, രാജാവ് നിങ്ങളുടെ അടുത്ത് വന്നു പോയല്ലോ, നിങ്ങൾ അവനെ അറിഞ്ഞില്ല, നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല. രാജാവ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഒരു ഭിക്ഷുവിന്റെ രൂപത്തിലാണ്. പക്ഷേ ആ ഭിക്ഷുവിനെ നിങ്ങൾ അടിച്ചോടിച്ചു. ഇന്ന് പലപ്പോഴും ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ദൈവവചനത്തിന്റെയും കൂദാശകളുടെയും മാത്രം രൂപത്തിലല്ല, സാധാരണക്കാരന്റെ രൂപത്തില്, പാവപ്പെട്ടവന്റെ രൂപത്തില്, വേദനിക്കുന്നതിന്റെ രൂപത്തില്, രോഗിയുടെ രൂപത്തില് യേശു വരുന്നുണ്ട്. ആ യേശുവിനെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമുള്ളൂ. മദർ തെരേസ ഇപ്രകാരം പറയുകയുണ്ടായി, ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരല്ല, ഞങ്ങൾ ധ്യാന യോഗിനികളാണ്. അതിരാവിലെ എല്ലാ ദിവസവും ഞങ്ങൾ കർത്താവിൻ്റെ കുർബാനയുടെ മുമ്പാകെ ദേവാലയത്തിൽ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ജനമധ്യങ്ങളിലേക്ക് പോയി അവിടെ വേദനിക്കുന്നവരിൽ ഇതേ ദൈവത്തെ കണ്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ ധ്യാന യോഗിനികൾ, ഇതാണ് ഞങ്ങളുടെ സന്യാസം. പള്ളിയിൽ മാത്രമല്ല സന്യാസം ദൈവത്തെ ആരാധിക്കുന്നത്, ഈ വേദനിക്കുന്നവരിലും ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ തന്നെയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെ കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ, നാം അനുഭവിച്ച യേശുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം. യേശു ഇതാ എൻ്റെയും നിങ്ങളുടെയും ഹൃദയ കവാടങ്ങളിൽ വീണ്ടും വീണ്ടും മുട്ടുകയാണ്. യേശുവിന് പിറക്കാൻ നീ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ടോ? 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്തുമസിന് അർത്ഥമില്ല എന്ന് പറയുന്ന അലക്സാണ്ടർ പോപ്പിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുന്നുവോ? ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ നീ യേശുവിനെ ഹൃദയത്തിൽ പിറക്കാൻ അനുവദിച്ചുവോ? സ്നേഹത്തിന്റെ കൂട്ടായ്മയിലൂടെ നീ ഇന്ന് യേശുവിനെ നിന്റെ കുടുംബത്തിൽ പിറക്കാൻ അനുവദിച്ചുവോ? നിന്റെ അടുത്തുള്ള പാവപ്പെട്ടവനെ സഹായിക്കാൻ തയ്യാറായതിലൂടെ നീ യേശുവിന് പിറക്കാൻ, സമൂഹത്തിൽ പിറക്കുവാൻ അനുവാദം കൊടുത്തുവോ? അതോ നീ മദ്യത്തിലൂടെ നിന്നിലേക്ക് വന്ന യേശുവിനെ മുക്കിക്കൊന്നുവോ? കുറ്റകൃത്യങ്ങളിലൂടെ യേശുവിനെ നീ ഇല്ലാതാക്കിയോ? അധാർമിക പ്രവർത്തനങ്ങളിലൂടെ സത്യത്തെ നീ ക്രൂശിച്ചുവോ? നീ യേശുവിന് ജന്മം കൊടുക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്തുമസ് അത് യേശു പ്രകാശമായി നമ്മിലേക്ക് വരുന്നതാകണം. കർത്താവിനായി നമുക്ക് നമ്മുടെ വാതിൽ തുറക്കാം. കർത്താവേ, നീ വരേണമേ, പ്രകാശമായി വരേണമേ. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, നരനായി ജഗത്തിൽ ജനിച്ചു, ഇരുളിൽ പ്രകാശം തെളിഞ്ഞു, കരളിൽ പ്രമോദം നിറഞ്ഞു. ഈ വാക്കുകൾ അന്വർത്ഥമാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ഈ പ്രകാശത്തിൻ്റെ തിരുനാൾ, ക്രിസ്തുമസ്, ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വിജയത്തിൻ്റെ, പ്രത്യാശയുടെ തിരുനാളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ്നസ് ടി വിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും
ക്രിസ്തുമസിൻ്റെ ആശംസകൾ. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ആദ്യസഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട